ശോഭാ സുരേന്ദ്രൻ ജയിക്കും. ആണോ? അതെ. ഉറപ്പാണോ? ഉറപ്പാണ്. എന്താ കാര്യം? വികസനമല്ലേ ചർച്ച ചെയ്യുന്നത്, വികസനത്തിലല്ലേ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. അന്നേരം വികസനത്തിനുള്ള വോട്ട് മോദിജി ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ. കേരളത്തിന് സമ്പത്ത് കേന്ദ്രം കൊടുക്കത്തില്ലാത്തൊരു ആരോപണം ഉണ്ടല്ലോ. അതൊന്നും വെറുതെയാണ്. കണക്കെടുത്ത് പരിശോധിച്ച് കൃത്യമായിട്ടുള്ള കണക്കുകൊണ്ട് കേന്ദ്രത്തിൽ കൊടുക്ക്, അതിനുശേഷം കിട്ടാനുള്ളത് കിട്ടും. അല്ലാതെ ഇവിടെ നിന്ന് കണക്ക് കൊടുക്കാതിരുന്നിട്ട് പൈസ 13% മുസ്ലിം വോട്ടർമാർ ഇവിടെ ഉണ്ട്. ദേശീയ പൗരത്വ നിയമത്തിലേക്ക് ഭേദഗതി വന്നു, ചട്ടം വന്നു. അങ്ങനെ മതേതരത്തിന് ദേശീയവാദികളായിട്ടുള്ള മുഴുവൻ ആൾക്കാരും ഞങ്ങളുടെ ഉണ്ട്. ദേശീയവാദികളായ മുഴുവൻ ആളുകളും ഈ പൗരത്വ ഭേദഗതി നിയമം മുസ്ലിങ്ങൾക്ക് ദോഷമായിട്ട് ബാധിക്കുന്നൊന്നും അല്ലല്ലോ. രാജ്യത്തിന് നന്മയ്ക്ക് ഒഴിവാക്കിയതിനകത്തുനിന്ന് അവരെ ഒഴിവാക്കിയത് അവരുടെ ന്യൂനപക്ഷമായതുകൊണ്ടാണ് ഒഴിവാക്കിയത്. അതാണ് പ്രശ്നം. മറ്റുള്ള ഒഴിവാക്കാൻ പറ്റുന്നത് ന്യൂനപക്ഷമായതുകൊണ്ടാണ് ഒഴിവാക്കിയത്. അതാണ് പ്രശ്നം. മറ്റുള്ള രാജ്യങ്ങളിലെ ന്യൂനപക്ഷക്കാർക്കാണ് ഇവിടെ പ്രാതിനിധ്യം കൊടുത്തത്. അതെ, ശ്രീലങ്കയിൽ നിങ്ങൾ ന്യൂനപക്ഷ മുസ്ലിങ്ങളല്ലേ? മ്യാൻമാർ ആണെങ്കിൽ എന്താ അവിടെ മുസ്ലിങ്ങളല്ലേ? അപ്പൊ ആകെ പ്രശ്നമാണ് സാറേ. അത് വിശദീകരിക്കാൻ പറ്റൂല, അതാണ് പ്രശ്നം. ഒരു നിമിഷം നോക്കൂ, ഞാൻ ഒന്ന് പി പി ചിത്രത്തിലേക്ക് വരാം. പി പി